ഹായ് എവരിവൺ, ആവനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മോരുകറിയാണ്. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ഈസിയാണ്, എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ഒഴിച്ചുകൂട്ടാൻ കൂടിയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു മൺചട്ടിയാണ് വെച്ചേക്കുന്നത്. ഈ മൺചട്ടി ചൂടായതിനു ശേഷം ഇതിന് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഏത് എണ്ണയാലും കുഴപ്പമില്ല. ടേസ്റ്റ് കൂടുതൽ നിൽക്കണമെങ്കിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഞാൻ ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വെണ്ടയ്ക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ ചെയ്തെടുക്കരുത്, ഒന്ന് വഴണ്ടു വന്നാൽ മാത്രം മതി. അപ്പൊ ഒന്ന് എണ്ണ ചൂടാവണ വരയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇച്ചിരി നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം, ചെറുതായിട്ട് കട്ട് ചെയ്യരുത്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെ മോരുകറിക്കുള്ള അരപ്പിന് ഞാനിവിടെ അരമുറി തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് പുളി, ഞാൻ എടുത്തേക്കുന്ന തരിക്ക് പുളി കുറവാണ്. അപ്പൊ ആവശ്യത്തിന് പുളി തൈര് ഒഴിക്കണം. കട്ട തൈരാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിനകത്തേക്ക് ഞാൻ 3 ചെറിയുള്ളി ഇടുവാണ്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ നമുക്ക് കുറച്ച് ജീരകം, നല്ല ജീരകമാണ്. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടാണ് നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തതിൽ ഒഴിക്കുന്നത്. ലാസ്റ്റാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കുന്നത്. അപ്പൊ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ്, ഈ അരപ്പ് ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്യുവാണ്. ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. കറക്റ്റ് 5 മിനിറ്റ് പോലും നമുക്ക് വേണ്ടി വരില്ല. നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിൽ നിന്ന് വെള്ളം ഒഴിച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതും കൂടി ഒഴിക്കുവാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഇപ്പോഴാണ് നമ്മൾ ഉപ്പിടുന്നത്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ഇടുവാണ്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. മോരൊഴിച്ചതുകൊണ്ട് ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ താളിച്ചൊഴിക്കുന്നത്. ജസ്റ്റ് ഒരു തിള വരുമ്പോ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പൊ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോ തീ ഓഫ് ചെയ്യുവാണ്. അതിന് ശേഷം ഞാൻ താളിക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങള് കടുക്, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ താളിക്കാൻ ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉലുവ ചേർക്കാം, ഉലുവ ചേർത്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് താളിച്ചൊഴിക്കാം. ഞാൻ കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കടുക് 1 സ്പൂൺ ഞാൻ ചേർക്കണം. 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം 2 വറ്റൽമുളകാണ് ഞാൻ ഇടുന്നത്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ 2 വറ്റൽമുളക് ഇടുവാണ്, കുറച്ച് കറിവേപ്പില. അങ്ങനെ നമ്മുടെ ഈസി മോരുകറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. വെണ്ടയ്ക്ക വെച്ച് ഇങ്ങനെ ഒരു മോരുകറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഊണ് കഴിക്കാം. പിന്നെ ഇതിന് 5 മിനിറ്റ് പോലും വേണ്ട, അത്ര ഇതാണ്. നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള അരപ്പും കൂടി റെഡിയാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആവണീസ് കിച്ചണിലേക്ക് കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്